എന്തിനാണ് തള്ളണേ? എല്ലാവർക്കും സാധനം തരും ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ ഉണ്ട്. പിന്നെ തന്നെ തള്ളണേ. ആ ഇവിടെ ബീവറേജിന്റെ ക്യൂവിനെ പറ്റി പുറത്ത് നല്ലൊരു അഭിപ്രായമുണ്ട്. നല്ല മര്യാദയാണ്, നല്ല ചിട്ടയാണ്. അത് നിങ്ങളായിട്ടൊന്ന് കളയല്ലേ സാറേ. ഒരു ജാവൻ ഇതെന്ത് ഒരു ലിറ്റർ കേട്ട് എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സാധനം തരും. 630 പൈസ കൂട്ടിയാ ഇത് കൂടും. ഒരു മിനിറ്റ് കേട്ടാ, പൈസ ഒരു മിനിറ്റ്. പൈസ ഉണ്ട്, പൈസ ഉണ്ട്, പൈസ ഉണ്ട്. വേഗം ആകട്ടെ, പുറകിലൊക്കെ ആളുകൾ നിൽക്കാണ്. പെട്ടെന്ന് ആട്ടെ ചേട്ടാ. മെഷീൻ കംപ്ലൈന്റ് ആണല്ലോ. ഏത് മെഷീൻ? എന്ത് ഇയാള് കാണിക്കണ? നേരെ പിടിക്കേ. നോക്കട്ടെ. തല ഇതിന്റെ അകത്തോട്ടിടല്ലേ. അങ്ങനെ താനിങ്ങോട്ട് മാറിയ അവിടെ വെക്കാത്. എന്നാ ഉണ്ടോ മാറങ്ങോട്ട്. എന്താ ഈ തലയിൽ വെച്ചോടെ കാശ് കൊണ്ടാ ഗൂഗിൾ പേ ഇല്ല. മാറങ്ങാട് ഗൂഗിൾ പേ ഒന്ന് പിടിച്ച് അതെ നിങ്ങളോടല്ലേ പൈസ എടുന്ന് പറഞ്ഞു, സാധനം തരാന്ന് പറഞ്ഞില്ലേ? എന്തൊരു അതെ 2 പൈന്റിന്റെ ഓൾക്കട കുപ്പി എലി അടപ്പ് കരണ്ടിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നത്. അതവിടെ പൈന്റിന്റെ 2 ഓൾക്കട കുപ്പി അവിടെ മാറ്റി വെച്ചില്ല. എലി കടിച്ചിട്ട് അത് ഞാനെടുത്ത് താമത്തി കളഞ്ഞു. പിന്നെ എലി കടിച്ചത് ആർക്കെങ്കിലും എടുത്ത് വിറ്റ് വല്ല എലിപ്പനിയും വന്നാ നമ്മള് സമാനം പറയണ്ടേ? മനുഷ്യന് ഭ്രാന്തി ഉപയോഗിക്കരുത്. ആ കുപ്പി എവിടെയെന്ന് പറഞ്ഞത്? അതെ മിനിയാന്ന ലോഡ് വന്നപ്പോ 3 ബെക്കാടി ഡാമേജ് ആയെന്ന് പറഞ്ഞെടുത്ത് വെച്ചില്ലേ? അതെന്ത് ചെയ്യും? അത് വലിയ ഡാമേജ് ഉണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്തല്ലോ. അത് കൊടുത്താ ബില്ലാക്കി. പക്ഷെ ഇവിടെ കണക്കിൽ കാണാനില്ലാട്ടാ. സത്യം പറയാ ഓൾക്കട കുപ്പിയോടെ സാറത് വിറ്റെങ്കിലേ ഇത് ഞാനെടുത്ത് കമത്തി കളഞ്ഞു. എല്ലാം നോക്കൂ. പോയിട്ട് അടുത്ത ആള് വരട്ടെ. ഒന്ന് മാറി. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. അത്യാവശ്യം ഉണ്ടാവട്ടോ. അത്യാവശ്യം ഒന്നും വിചാരിക്കാൻ പാടില്ല. ഓഹോ വളം വേണ്ടി അത്യാവശ്യം സാധനം മേടിക്കാൻ വേണ്ടി അത്യാവശ്യം. സാറെ പ്രീമിയം കൗണ്ടറിൽ പോയിരിക്കുന്നു. സാറിന് ഇവിടെ ചുമതലയില്ലല്ലോ. സാറേ ഇതൊന്ന് സാധനം കൊടുക്കുക. അല്ല അത് അയാള് ബില്ലാക്കട്ടെ. അയാള് ബില്ലാക്കുമല്ലോ. എന്റെ അടുത്ത് ഇല്ലെന്ന്. സാറെന്നാ സാറിന്റെ പാട് നോക്കി. ഇവിടെ നിന്ന് പറയല്ലേ, ഇവിടെ തിരക്കാണ്. കൗണ്ടറിലൊന്നും ഈ ഉച്ചടമ്പോ ഒരു തിരക്കുണ്ടാവില്ല. ഇത് ഈ കൈ കുറച്ച് വരുന്ന കൂതറകൾ രാവിലെ വരുന്ന പോലെ അവിടെ ഉച്ച കഴിയണ തിരക്ക് വരാം. ഒരാളെ രമേശന്റെ അവിടെ ആവുന്ന നോക്കിക്കോളൂ. സാറ് ഇവിടെ ഇരുന്ന് എന്നെ സഹായിക്കും. ഹലോ ഇവിടെ ഓടെ നിന്നല്ല അവിടെ. ഇത് വല്ലതും നടക്കും. ഒരു കഷ്ടമാണിത്. ഒന്ന് പിടിച്ച് മാറ്റുന്ന അയാളാ. ഞങ്ങൾ മണിക്കൂറും ക്യൂ നിൽക്കണാണ്. ഹലോ ആളുകൾ നിക്കണ കണ്ടില്ലേ? എവിടുന്ന് വന്നാണ് അയാള്? പുറകിൽ പോയി നിക്കാൻ. ക്യൂ വന്നതായി നടപടിയാവില്ല. ആളുകൾ നീ ക്യൂ പേ ചെല്ല് മാറ്റ്. പൈസ വേണ്ട മാറ്. നീ പുറകിൽ പോയി നിക്കണ സാധനം വേണമെങ്കിൽ. വേണ്ട. അപ്പൊ ഇവരൊക്കെ എന്തിനൊക്കെയാണ് കാണാൻ നിൽക്കുന്നത്? അവര് നീ മാറിയാ പോയ നടക്കൂല. പൈൻ്റ് കൊടുത്തേ ഓട്ടറാ. എന്താണ് നീ വിട്ടോ. കുറച്ചുകൂടെ മനോട് സംസാരിക്കൂടെ? പൊന്നു ചേട്ടാ, ഇത് തരണല്ലേ, മനുഷ്യനല്ലേ. ഇത് കാശ് മേടിച്ചു വെക്കണം സാധനം തന്നെ ഇങ്ങനെ കിടന്ന് കുത്തിയാലോ? നിങ്ങൾ ഫ്രീ തരണല്ലോ, ഞങ്ങള് കാശ് തന്നിട്ട് തരണല്ലേ. ഹലോ സുഹൃത്തെ, ഇയാൾക്ക് വല്ലതും നടക്കുവോ? ഇല്ലെങ്കിൽ ഇയാൾ പോവും. ഹലോ നിങ്ങൾ കാശുണ്ടോ? കയ്യില് കാശുണ്ടോ? നല്ല ഫോണില് നെറ്റ് ഇത് ചാർജ് ആണോ? നെറ്റ് ചാർജില്ല. നെറ്റ് ചാർജില്ല. സാധനം ഉണ്ടാക്കാൻ വന്നിരിക്കണം മനുഷ്യന്. എത്ര സമയമാണ് കേറി വന്നേക്കണ വഴി. ഒരു MCBയുടെ ഒരു പൈന്റ്. അല്ലെങ്കിൽ നിൽക്കും സാറേ, 1/2 ലിറ്റർ ആക്ക്. എന്താ എനിക്ക് വേണ്ടത് സത്യത്തില്? 1/2 ലിറ്റർ ആണോ പൈന്റ് ആണോ? ചൂടാണത്. ചൂടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൈന്റ് അടിച്ചപ്പോ താൻ അത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ. അതെ, ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് എന്റെ പൈസ എത്രയുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ആലോചിച്ചിട്ട് പോന്നാ പോരെ? എനിക്കൊരു 1/2 ലിറ്റർ വേണം. MCB 1/2 ലിറ്റർ എടുക്ക്. എത്രയാണ്? 430. നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നി ചേട്ടാ, എല്ലാ ഈ സൈസ് ആളുകളാണ് വന്നത്. അങ്ങനെ സംസാരിക്കല്ലേ. നിങ്ങൾ നേരത്തെ പോയി അവനെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് ശരി. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മൾ തുറന്നു വെച്ചോണ്ടിരുന്നാ മതിയാ? ഇത് സർക്കാരിന്റെയാണ്. ഞങ്ങൾ അധ്വാനിക്കണ പൈസ ഇവിടെ കൊണ്ട് എന്നെ മര്യാദ പഠിപ്പിക്കാതെ കൊണ്ടുപോയി മോന്തറ ഊളെ.
മാറങ്ങട്. ഹലോ സാറേ, കുറച്ചുകൂടെ സഭ്യമായിട്ട് നിങ്ങൾ സംസാരിക്കേ. അയ്യോ സാറേ, സാറ് ഈ അമൃത് കൊണ്ടുപോയിട്ട് കുടിച്ചിട്ട് പീഡിയറാത്ത് കിടക്കാനല്ലേ നിന്നെ ഞാൻ തോഴാടാ. നമ്മളൊക്കെ ഒരു ഗതിയുടെ കയ്യിരിക്കണ കാശ് കൊടുത്ത് കുടിച്ചിട്ട് അവരെ വായിരിക്കണ ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചാണല്ലോ ഇവിടെ വന്ന് മേടിച്ച് കുടിക്കലാന്നും പറഞ്ഞു. ഉണ്ടോയി പൂച്ചിട്ട് വല്ലോടത്തും നടയടാ വർത്താനം പറയാൻ നടക്കണം. എന്റെ പൊന്ന് ചേട്ടാ, ഇത് എടുക്കട്ടെ. ഏറ്റവും കുറഞ്ഞ അരയുണ്ടാ? അതൊക്കെ കുടിച്ചിട്ടാണ് സൗണ്ടൊക്കെ പോണത്. നല്ലത് വല്ലതും മേടിച്ച് കുടിക്ക്. പോയാ ജവാനില്ലാട്ടോ. ജവാൻ തീർന്നു. മാറി. ഏത് വേണോന്ന് പറ. മാറി. ഏതാണ് തനിക്ക് വേണ്ടത്? എടുത്തോണ്ട് പോയ. എടാ എടുത്തോണ്ട് പോയ നീ. പിന്നെ നിനക്ക് എന്താ വേണ്ടെന്ന് ഞാൻ കബഡി വെച്ച് നിരത്തി നോക്കോ. മനുഷ്യന് സമയം മറക്കരുത്. നിന്റെ 350 ഉറുപ്പിക കൂതറ റമ്മ് മേടിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇത് VIP മേടിക്കുന്ന വില കൂടിയ സാധനം പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങളെ വെറുതെ ഒരു സാധനം പോയിട്ട് അപ്പുറത്ത് മേടിച്ചോടുന്നില്ലേ? ഒരു ജവാനെ ചോദിച്ചു ഞാൻ. ഞങ്ങൾ ഓരോരോ തസ്കയിലാണ്. ഞാനിവിടെ പ്രീമിയം കൗണ്ടറില്ല. അവിടെ പാരിജാതം പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ ക്യൂരിൽ നിന്ന് പോയി മേടിക്കുകയാണല്ലേ ഈ 300-350 ഉറുപ്പിക സാധനം. അവിടെ പോയി മേടിക്കേ. ആഹാ, അതെ, ഇത് VIP-കൾക്കുള്ള, അതാണ് ലോക്കലുകൾക്കുള്ള. നിങ്ങളൊക്കെ അവിടെ പോയി മേടിച്ചാൽ ഇതൊരു വിവേചനാണ്. പാവപ്പെട്ടനും പണക്കാരനും തമ്മിൽ അന്തരണ്ടേക്ക ഊർഷാധിപത്യം. ഇത് ഞാൻ വിടൂല. ഇതിന് ശക്തമായ സമരം ചെയ്യും. ഞാൻ ഉറപ്പിച്ചു. നീ എന്താ വിചാരിച്ചു ഈ ഊർഷാധിപത്യത്തിന്റെ ബൽവേട്ടാ? ഒരു സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ തിരക്ക് കണ്ടിട്ടേ എല്ലാം ഒന്നല്ലേ. അപ്പൊ ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു എന്തിനാ ചീത്ത വിളിക്കുന്നത്? എന്താണ് സാറേ ഒരു സാധനം കൊടുത്തു? ഇയാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പ്രീമിയം കൗണ്ടറല്ലേ? ഇവിടെ വില കൂടിയ മദ്യം കിട്ടുള്ളൂ. ഇയാളുടെ കയ്യിലാകെ 350 ഉറുപ്പിക ഉള്ളൂ. അതിന് വേണ്ട റമ്മ് വേണമെങ്കിൽ ആ ക്യൂലെന്ന് മേടിക്കണം. ഇത് നിങ്ങളെ പോലുള്ള ലോക്കലുകൾക്കുള്ളതാണ് ആ ക്യൂ. അവിടെ നിന്ന് മേടിക്കണം. ലോക്കലും മറ്റേ VIP ഒന്നും ഇയാള് പറയണ്ട കേട്ടോ. ഞങ്ങള് ചക്കക്കുരു അല്ല കാശ് തന്നെ കൊടുക്കണത്. കാശ് കൊടുക്കണ പറഞ്ഞാൽ നിങ്ങൾ 1000-1500 ഉറുപ്പിക എന്നല്ലേ തരുന്നത്? ആയിക്കോട്ടെ, ഇയാളെ സാധനം വേണ്ട. നിങ്ങളെ വേണ്ടത് അവിടുന്ന് മേടിച്ചാൽ. പക്ഷെ കുറച്ചുകൂടെ ഞാൻ മാന്യമായിട്ട് സംസാരിക്കണേ. ഇതൊക്കെ പറ്റുള്ളൂ. ഈ കള്ളു കുടിക്കാൻ വന്നവരല്ലേ? അവസാനിപ്പിക്കട്ടെ. ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അത് സാധനം എന്റെ ഉണ്ട്. നമുക്കിത് അടിക്കാം. നീ വാ എന്റെ കൂടെ വാടാ. വിഷമിക്കല്ലേ? അല്ലേ തൊഴിലാളിക്കും അത് കളയി. തൊഴിലാളി ഒരു വെള്ളം. വെള്ളം. പിന്നെ 2 ഡിസ്പോസിബിൾ ഗ്ലാസ്. പിന്നെ 5ന്റെ മിക്സർ ഉണ്ടെങ്കിൽ 5ന്റെ മിക്സർ. 5ന്റെ മിക്സർ ഇല്ല. വേറെ എന്തെങ്കിലും 5ന്റെ 5ന്റെ ഷാമ്പു മതിയോ? എന്നാ 5 രൂപയുടെ വേറെ എന്താ ഉള്ളേ? 5ന്റെ വേണേ കടലക്കുട്ടായി ഉണ്ടായിക്കോ. എന്നാ കടല മുട്ടായി എടുക്കും. അല്ല അതെ, ഇതെന്താ 20 ഉറുപ്പിക? ഇപ്പൊ അത്രേ ഉള്ളു മൊയ്ത്. ഇങ്ങനെ അത് പറ്റൂല. കച്ചവടം നടക്കണം. ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാ. മൊയ്ത് ഇങ്ങനെ പറയല്ല. എന്നാ ചെല്ല് പോയി എന്തെങ്കിലും ചെയ്യും. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വാ. ഇവിടെ വാ. എന്താ മൊയ്ത്? എന്താ എങ്ങോട്ടാ പോണേ? 5 മിനിറ്റ് ഞങ്ങളിതാ ഇത് കഴിച്ചു തീർത്തിട്ട്. നടക്കൂല മോനെ, അത് നടക്കൂല. നടക്കൂല. മൊയ്തുവിന്റെ പീഡിയന്റെ വർഗമൊന്നും നടക്കൂലേ. എന്താ അതിന്റെ നിങ്ങളെ പീടിന്ന് മേടിച്ച വെള്ളം ഈ പീടിന്റെ ഇപ്പുറത്ത് വെള്ളം കുടിച്ചുകൂടാ? വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. വെള്ളത്തിനകത്ത് അത് ചേർത്തിട്ട് കുടിക്കാൻ ഞാൻ സമ്മതിക്കൂല. വെള്ളം കുടിച്ചോ. പിന്നെ താൻ വലിയ വർത്താനം പറയല്ലേ. ഈ ബീവറേജ് വന്നേ പിന്നെ എനിക്ക് ഇവിടെ വെച്ചിട്ട് കച്ചവടം ഉണ്ടായി. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് വർത്താനം പറയേണ്ട മന്മത. ബീവറേജ് വരുന്നതിന് മുമ്പ് മൊയ്തുവിന്റെ കടപടുണ്ട് കേട്ടോ. അതിനുശേഷം കച്ചവടം വന്ന് അത് ഇപ്പൊ എന്റെ കുറ്റല്ലല്ലോ. മൊയ്തു ഇപ്പൊ ഇത്ര ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കേണ്ട. ഒരു 5 മിനിറ്റ് തരുമോ? 5 മിനിറ്റും ഇല്ല, 3 മിനിറ്റും ഇല്ല മന്മത. 2 മിനിറ്റ് തരുമോ? അര മിനിറ്റ് പോലും. നിങ്ങൾ പെരെ പോയി കഴിച്ചോളൂ. നിങ്ങൾ ഇരട്ടാളൂ. ഇയാൾ വലിയ ആളാവല്ലേ? ഈ കട ഇവിടെ കച്ചവടം നടക്കാൻ കാണിച്ചു തരാം. അതിനെ കൂടി കൊണ്ടുപോയിക്കോ. ഒരു പെരുമ്പാമ്പാണ് കിടക്കുന്നത്. ഇവിടെ വെച്ചോ സ്റ്റോക്കായിട്ട്. ആൾക്കാരത്ത് പറഞ്ഞു വരുന്നത് തന്റെ കടയിൽ എന്തോ കഴിച്ചിട്ട് വീണു. ഇതിനെ കൂട്ടുന്ന രാഘവേട്ട പറയിപ്പിക്കാണ്ട് എണീറ്റ് പോണ്ട അവിടുന്ന്. വെള്ളം മുക്കി പാടി ഞാൻ തല്ലിൽ കേട്ടോ. ഒരു കഷ്ടം നോക്കി. എപ്പോ മുതല് വിളിക്കണവനെ
അവൻ ഇന്ന് വരുവോ പണിക്ക്? എന്നെ കൊണ്ട് വയ്യ ഇതിങ്ങനെ കോരി ഒന്നും നടുവയ്യ. നേരെ നേരാവട്ടെ. എവിടെ എന്റെ സത്യം നീ പോയി കിടക്കും? ഈ സാധനം കണ്ടോ, ഇതൊന്ന് നേരാക്കാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഈ മോട്ടർ ഒന്ന് അഴിച്ചെടുത്ത് ശരിയാക്കണ്ട വരും ഇനി. ഇതിപ്പോ നീ ഒന്ന് വന്ന് നോക്കിയാലല്ലേ എന്താ ചെയ്യണ്ടെന്ന് അറിയുള്ളൂ. ആ വെള്ളത്തിലാ. ആര് നീയോ? അല്ല മോട്ടറേ. ആ മോട്ടർ ഇപ്പൊ വെള്ളത്തിൽ ഇറക്കി വെക്കണ ടൈപ്പാണല്ലോ ഇപ്പൊ വരണതൊക്കെ. ആ ഞാൻ വിചാരിച്ചു മാഷെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നാണ്. ഇപ്പൊ മോട്ടറാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? മോട്ടറാണ് എന്ത് ചെയ്യും പറഞ്ഞാല് പാവണിക്കല്ലേ ഇപ്പൊ നിന്നോട് വരാൻ പറഞ്ഞേ. എന്താ മാഷെ ഒരു മിനിറ്റ് ഒന്ന് ഒരു കാര്യം പറ. എന്താ കാര്യം സത്യം? നീ ആളെ ചിറ്റിക്കല്ലേ? ഇത് ദിവസം കുറെ ഇതിങ്ങനെ കിടക്കാൻ. എന്താണ്? ഒരു 1000 ഉറുപ്പിക ഉണ്ട്. 1000 ഉറുപ്പിക? അത് വേണ്ട, നീ സാധനങ്ങൾ എഴുതി തന്നാ മതി, ഞാൻ മേടിച്ചോളാം. ഇതിനല്ലേ ഇത് മോളുടെ അഡ്മിഷനാണ് സ്കൂളിൽ, അവിടെ കൊടുക്കണേ. 980 വരും. അതെല്ലേ? അതിന് താഴെയുള്ളതൊന്നുമില്ല, അതൊന്നും കഴിക്കാറില്ല. എന്റെ സത്യം നാണുണ്ടോ നിനക്ക്? എന്ത് അതൊക്കെ ആയിക്കോട്ടെ, എന്താ നീ കാണിച്ചു കൊടുത്തത്? ആ കുട്ടി വലുതായി, ഒരു പെൺകുട്ടിയല്ലേ നിനക്ക്? ഇനി എന്ത് കളിയാ കളിക്കണേ നീ? ഭയങ്കര കഷ്ടാണ് കേട്ടോ. ഞാൻ അവളെ കാണാറുണ്ട് ഇടയ്ക്ക്, മണ്ടൂനെ. ഇത് കുടിക്കാനല്ലേ? ഒരു ദിവസം 600 ഉറുപ്പിക്ക് മദ്യം വേണം നിനക്കെന്നാ പറയണത്. അതൊന്നല്ല, അവളങ്ങനെ വെറുതെ പറയണ കുട്ടിയൊന്നല്ല. എല്ലാവരും എനിക്കറിയാം. 600 ഉറുപ്പ്യ ഒരു മാസത്തേക്ക് കാശ് എത്രയായി? 6 3 18 18,000 ഉറുപ്പ്യ കുടുംബം കഴിയേണ്ട കാശാണ് നീ കള്ളുചാപ്പിന് കൊണ്ടു കൊടുക്കുന്നത്. അത് മനസ്സിലാണ് നിനക്ക്? എന്ത് കളിയാത്? ഒരു വർഷത്തേക്കാണ് കൂട്ടി നോക്കിയേ. കാശ് എത്രയായി? അല്ലല്ല, ഞാൻ പറയട്ടെ, അതേ 2.25 ലക്ഷം ഉറുപ്പ്യക്കാ ഒരു വർഷം നീ കുടിച്ചു പറ്റിക്കണതേ. കുടുംബത്തിക്കുള്ള കാശാ. എങ്ങോട്ട് പോട്ടേന്ന് ഞാൻ പറയണതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. അപ്പൊ ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് പണിക്ക് പോ. കേക്കണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാ. അല്ലാണ്ട് ഞാൻ കാശുകാരന് തരാത്തതല്ല പറയണതിന്റെ കാര്യം. എപ്പ അധ്വാനിച്ചാലും ഇല്ല നിനക്ക്. കേക്കണ്ടോ സത്യ? നീ കേക്കാണ്ട് പോയാ പറ്റില്ല. ഒരു മാസത്തേക്ക് 18,000 ഉറുപ്പിക്ക് നീ മദ്യം കഴിക്കാച്ചാൽ ഒരു വർഷത്തേക്ക് 2.25 ലക്ഷം ഉറുപ്പിക്കാ നീ കുടിക്കുന്ന കേട്ടോ സത്യ. അത് 10 വർഷം ആലോചിച്ച് നോക്ക്. 25 ലക്ഷം ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്ന കാശാ നീ കുടിക്കണേ. കേൾക്കണ്ടോ? അവൻ 2.25 ലക്ഷത്തിനോ 25 ലക്ഷത്തിനോ കുടിച്ചോട്ടേന്ന്. അതിന് ഏട്ടൻ എന്താണ് നഷ്ടം? അല്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ലേ. ഞാൻ ആ മണ്ടൂനെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കാണുമ്പോ അവൻ സംസാരിക്കണ കേട്ടാ തല്ലി കൊള്ളണവനെ. ഏട്ടാ, ഈ നാട്ടുകാരെ ഉപദേശിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോഴേ ആ ബീവറേജസ് ഇരിക്കണത് നമ്മുടെ കടമുറിയിലാണെന്ന് കൂടി ഓർമ്മ വേണം. എന്നിട്ട് വേണം ഉപദേശിക്കാൻ. ചുമ്മാ അങ്ങ് ഉപദേശിച്ച് നടന്നോളൂ നാട്ടുകാരെ. താമരപ്പൊയ്യ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരെ, വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ പറയണത്. ഇന്ന് നമ്മളെ കൂട്ടുകാരൻ, നമ്മളൊക്കെ സുഹൃത്തായ ഉണ്ണിക്കുണ്ടായ വളരെ മോശം അനുഭവം. നമ്മളെ ഈച്ചാട്ടി ജംഗ്ഷനിലെ ബീവറേജ് ഉണ്ടല്ലോ, അവിടെ ഉണ്ണി ഒരു സാധനം എടുക്കാൻ ചെന്നപ്പോ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അവനെ ഭയങ്കര മോശമായിട്ട് കളിയാക്കി തെറി വിളിച്ച് ഭയങ്കരമായിട്ട് അവനെ വിഷമിപ്പിച്ചു. അപ്പൊ ആ പയ്യൻ ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ നാളായി സഹിക്കുകയാണ്. എവിടെയും നമുക്കൊരു രണ്ടെണ്ണം കഴിക്കാൻ സമ്മതിക്കില്ല ഇവന്മാര്. ഭയങ്കര മുടയാണ് ഇവന്മാര്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം. അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒത്തുകൂടണം. നിങ്ങളൊക്കെ അഭിപ്രായം പെട്ടെന്ന് അറിയിക്കും. മന്മത, നീ പറഞ്ഞത് 100% ശരിയാണ്. എല്ലാ ആളുകളും ഇതിൽ പ്രതികരിക്കണം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ ഇതിനകത്ത് പ്രതികരിക്കണം കേട്ടോ. ഞാൻ അതിനോട് 100% ഓക്കെയാണ്. മന്മത പറഞ്ഞത്. പിന്നെ മന്മത, നീ ഒരു കാര്യം ചെയ്യണം, ഒരു ചെറിയ സാധനം വാങ്ങിക്കണം, ഞാനോട് വരാം. ഓക്കെ സർ, ഒരു മാജിക് മൊമെന്റ്സ്. എന്തായാലും അവാർഡ് സിനിമ പോലെ ഒന്ന് വേമ എടുത്തു കൊടുത്തൂടെ? പുറകിലാരുമില്ലേ? ഇപ്പോഴേ
ഇവിടത്തേക്കാ തിരക്ക് ഇപ്പൊ ഞങ്ങളുടെ പ്രീമിയം കൗണ്ടറിലുണ്ട്. ഇവിടെ ഒരു മനുഷ്യല്ല. എന്താണെന്ന് പറഞ്ഞ സൂതേട്ട, ഒരു മനുഷ്യൻ ഇപ്പൊ ഇങ്ങോട്ട് വരണില്ല. നേരത്തെ പായ വിരിച്ച് കിടന്നേച്ചാണ് ഇവിടെ കൂതറകള്. അതങ്ങനെ നമ്മുടെ നാട്ടിലത്തെ മുഴുവൻ കുടിയന്മാരും ഇപ്പൊ നമ്മളെ ബഹിഷ്കരിച്ചിരിക്കില്ലേ? അതെന്തിനാണ്? അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടില്ലേ? അവരൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ താമരപ്പൊയ്ക്ക്? അല്ല, നമ്മൾ എന്ത് ചെയ്തിപ്പോ അവരാ? നിന്റെ പെരുമാറ്റം ശരിയല്ല തന്നെ പറഞ്ഞു. അവർക്കൊരു വില കൊടുക്കണില്ല, അവര് മനുഷ്യരായി കാണുന്നില്ല, അവർ അധ്വാനിച്ച പൈസ കൊടുന്ന് തരുന്നതിനൊരു വില ഇല്ല. അതുകൊണ്ട് അവര് നമ്മുടെ ബീവറേജിൽ മദ്യം മേടിക്കൽ നിർത്തി. എന്നിട്ട് അവരിപ്പോ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് പറ, അതാണ് ഇവിടെ ആളില്ലാത്തത്. ഇങ്ങനെ ആൾക്കാർ വരാണ്ടായിട്ട് ഇവിടെ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നാ. എന്ത് പ്രശ്നം ഉണ്ടാവേ? അപ്പൊ നമ്മുടെ മാനേജർ ഇറക്കിയിട്ടുള്ള പുതിയ സർക്കുലർ ഒന്നും നീ അറിയില്ലേ? സൂതേട്ടൻ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ. എടാ, 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ഔട്ട്ലെറ്റുകൾ എന്താണ് ഈ വരുമാനം കുറയാനുള്ള കാരണം എന്ന് അവരെ ബോധിപ്പിക്കണം എന്ന്. ആരെ ബോധിപ്പിക്കാൻ? ആളുകൾ കള്ളുപിടിക്കാത്ത എന്താണെന്ന് അമ്മ എങ്ങനെ ബോധിപ്പിക്കാനാണ്? സൂതേട്ടനെ ഒന്നും ബോധിപ്പിക്കാൻ നിൽക്കണ്ട. ഇവന്മാര് 2 ദിവസം ഈ സാധനം കിട്ടാതെ ആകുമ്പോ ഇവിടെ വന്നോളും, എല്ലാം ഇവിടെ വരും. അതൊക്കെ എന്റെ തോന്നലാണത്. ഇപ്പൊ വന്നില്ലെങ്കിലത്തെ പ്രശ്നം എന്താ പറയാ എനിക്ക്? ഈ ഔട്ട്ലെറ്റ് അല്ലേ? ആ നിങ്ങളെ എവിടുന്നാ വരുന്നേ? ഞങ്ങളെ ചേമ്പിലക്കാട് സുഭാഷ് ക്ലബിന്റെ വാർഷികമുണ്ട്, അതിന്റെ സംഭാവനക്ക് വന്ന. ചേമ്പലക്കാട് പള്ളിയിലെ കത്തീവാ. എന്നാ വരി, ഇങ്ങോട്ട് കറി കുത്തിയിരുന്നാളെ. ഇവിടെ ഇരുന്ന ഇവിടെ പൊടി ഉണ്ട്. ഇവിടെ ഇരുന്നാളെ, ഇവിടെ ഇരുന്നാളെ. പൊടി ഉണ്ട് ഇവിടെ. ഇവിടെ ഇരുന്നാളെ. അപ്പൊ എന്നാ വയല്? വയലല്ല, വാർഷികം. വാർഷിക? സുഭാഷ് ക്ലബിന്റെ വാർഷിക വാർഷിക സമ്മേളനം. സുഭാഷിന്റെ? അതെ. എവിടുന്ന പെണ്ണ്? സുഭാഷ് ക്ലബ് അതിന്റെ വാർഷികമാണ്. അപ്പൊ അതിന്റെ സംഭാവനക്ക് വന്നതാ ഞങ്ങള്. ആനണ്ട? ആന? ആന ഉണ്ടാവില്ലേ? വെഞ്ചാമരം വീശണത് വെള്ള ഇതില്. അമ്പലത്തിന്റെ പരിപാടിയല്ല. അല്ല അല്ല, ക്ലബിന്റെ പരിപാടി. ആനല്ല. ആനല്ലാണ്ടുള്ള ഇത് അല്ലേ? ക്ലബിന്റെ. ആയിക്കോട്ടെ. സംഭാവന വേണം. മൊയ്തേ ഓൺ ഇവിടെ ഇല്ല. ഇല്ലേ? അവൻ ഡൽഹിക്ക് പോയേക്ക. ഡൽഹിക്ക? പാത്ര കച്ചവടല്ലേ? അതെയാ? ആ, ഡൽഹിന്ന് കൊണ്ടുവരാ. ഇവിടെ വീടുകളിലൊക്കെ കൊടുക്ക, പീടികയിലൊക്കെ കൊടുക്ക. എന്ത് പാത്രം? ഗർഭപാത്രം. അത് ഇന്ത്യന്റെ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ചൈനയുടെ അല്ല. ഓനക്ക് കൊറേ കാലായില്ലേ അതിന്റെ പണി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങടെ ഇത് എന്നാ പറഞ്ഞ കല്യാണം? കല്യാണല്ല, വാർഷിക സമ്മേളനം. വാർഷികം? ക്ലബിന്റെ. അത് ശരി. അതിന് സംഭാവന വേണം. അതിന്റെ സംഭാവന? അത് ശരി. എത്ര വെച്ച് കൊടുക്കണ്ട ആൾക്കാർക്ക്? എത്ര വെച്ചാ കൊടുക്കണേ? അല്ല, കൊടുക്കാനല്ല, നമ്മള് സംഭാവന നിങ്ങളടുത്ത് പിരിപ്പിക്കാൻ വന്നാണ്. അവിടെ 2 ആള് കേട്ടോ, 2 ആൾക്കുള്ളത് മാത്രം കൊണ്ടുവന്നാ മതി. ചോറേ അല്ല ചന്താച്ചാലേ, ആ നേർച്ചക്കുള്ള ചോറ് കൊണ്ടുവന്നിട്ട് ബനു ഒരു ലേശം തിന്ന് പോയിട്ട് ഇക്കും വയറെന്ന് അറിഞ്ഞിട്ട് വീടുകളിലൊക്കെ എന്നെ കൊണ്ട് കൊടുത്തയച്ച് ഞാൻ കൊണ്ട് ഇറക്കുക. ഇവിടെ ഒക്കെ പഞ്ഞു വേണ്ട, ഇറച്ചി കൂട്ടണ്ട. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? മൊയ്തുണ്ട്, ഓൻ KCB-ക്ക് പോയേക്ക. ഡൽഹിക്ക് പോയി പറഞ്ഞ ഇന്നോട് ചോദിക്കാണ്ട് ഡൽഹിക്കും പോയോ? അലങ്ങള് സുഭാഷ് ക്ലബിന്റെ വാർഷികത്തിന്റെ പിരിവിന് വന്നല്ലേ? അല്ലേ? അതെ. പിരിവ് വേണ്ട നിങ്ങൾക്ക്? വേണം. അതിപ്പോ എത്ര നിങ്ങൾ ഉദ്ദേശിക്കണേ? അതിപ്പോ നിങ്ങൾ തന്നെ എഴുതിക്കോ. അതെ, ഇഷ്ടമുള്ളൊരു സംഖ്യ, നല്ല ഒരു സംഖ്യ തന്നാ മതി. അതെ. അതെന്നപ്പോ ഒരു 5000 ഉറുപ്പ്യ എഴുതാ. അതിൽ കൂടുതലൊന്നും ഇപ്പൊ എന്റെ തരാനില്ല. മതി മതി. ആയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനൊന്നും ഉള്ളതില്ല. അതുകൊണ്ടേ കേട്ടോ, പിള്ളേലൊക്കെ തൃപ്തിപ്പെടാനുള്ളപ്പൊക്കെ കൊടുത്തിരുന്ന തന്നെയാണ്. ആയിക്കോട്ടെ. ഇപ്പൊ ഇല്ലാത്തോണ്ടാ. അല്ല,
5000 പകുതി ഉള്ളല്ലോ. പകുതി മതിയോ? അതായാലും മതി. ഇല്ലെങ്കിൽ പിന്നെ എന്താ? ആ മതിയില്ലേ? പകുതി ഉള്ളല്ലോ. ഉണ്ടെങ്കിൽ തന്നിരുന്ന്. ആശുപത്രിയിലൊക്കെ പോവാനുള്ളതാണ്. അത് നിങ്ങൾ വെച്ചോളി. ഇത് ഞാൻ വെക്കാം. അതിന് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ ഞങ്ങളെ അത് നിങ്ങൾ എടുത്തോളി കേട്ടോ. ആരാണ്? ആരാവര്? ദാ മൊയ്ത് വന്നല്ലോ. നിങ്ങളൊരു സംഭാവനക്ക് വന്ന സുഭാഷ് ക്ലബിന്റെ വാർഷികം, അതിന്റെ ഒരു സംഭാവനക്ക് വന്ന അപ്പൊ ആ റെസീപ്റ്റ് തീരും. എന്ത് പണി ഞങ്ങൾ കാണിച്ചേ? അവര് സുഭാഷിന്റെ കല്യാണം വിളിക്കാൻ വന്ന. കല്യാണം കഥ കീറിയ ആരാ കീറി? ആരാ കീറിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, സുഖമില്ലാത്ത ആളാണ്. മൂപ്പര് അറിയില്ല, നമ്മളറിയില്ല. അതെ, ഞാൻ പറമ്പിൽ വെച്ച് പണിയിലേനി. ഇത് എന്തിന്റെ സംഭാവനയാണ്? ഇത് സുഭാഷ് ക്ലബിന്റെ വാർഷികമാണ്. അതിനു വേണ്ടിയുള്ള സംഭാവനയാണ്. അതെ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്താ അറിയോ, ഈ പരിചാരക പെൻഷൻ തന്നെ കിട്ടിയില്ല. എനിക്ക് കിട്ടണ്ടാണേ. മൂപ്പർക്ക് കുറെ മരുന്നൊക്കെ മേടിക്കാണ്ട് അതിനൊന്നും കായില്ല ഇപ്പൊ അവിടെ. അപ്പൊ വയ്യാത്ത ഞങ്ങളെ അറിയില്ല. ഉണ്ടെങ്കിൽ തരേനി. പെൻഷൻ കിട്ടിയാൽ എന്തെങ്കിലും തരേ. പോയിക്കോളൂട്ടാ. ആയിക്കോട്ടെ. നിങ്ങൾ എത്ര പവനാ കൊടുക്കണേ? ആ മുണ്ടെടുത്ത് കുടിക്ക്. മുണ്ടാരായിക്കാൻ പറഞ്ഞേ. ആ മുണ്ട് കുടിക്ക്. എന്താണ് നിങ്ങള് ചോറും കൂടെ കൊണ്ടുവരോ? ചോറ് സമയം കാണും. ഹലോ ഹലോ, ഇപ്പൊ കേക്കണ്ട? ഞാൻ സുഗതനാണേ, പ്യാരിജാതന്റെ അച്ഛൻ. ലോട്ടറി വിൽക്കണതല്ല, അത് ദേവരാജനല്ലേ. ഇത് പ്യാരിജാതൻ. ഈ കയ്യിനും കാലിനും ശേഷിയില്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്ന അതിൽ ഒലിച്ചു പോയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി പ്യാരിജാതല്ലേ അവന്റെ അച്ഛൻ. അവിടെ പോയി അന്വേഷിക്കണം. ആ ശരി ശരി. പ്യാരി അയ്യോ, എന്താ പിടക പിടിക്ക. എനിക്ക് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? എടാ, ഇങ്ങനെ വീണത് തലയും കുത്തിയ വീണെങ്കിൽ വെള്ളം കുടിച്ച ചത്തൂല്ലേ? തേകാണ്ട് മോനെ, ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്ന അറിയില്ലേ? പിന്നെ എന്തിനാ ഈ പുറത്തിറങ്ങി നടക്കണേ? ഗുളിക തീർന്നത്. കാശുമില്ലല്ലോ മോനെ, ഇനി ഗുളിക മേടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ പൈസ ഇട്ടില്ല, എന്റെ പെൻഷന്റെ പൈസ ഇട്ടില്ലേ? എടാ, നിന്റെ മാത്രല്ല, നിന്നെ പോലെ വയ്യാത്ത ആർക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ആ കുമാരനെ വിളിച്ചു വെച്ചു, അവന്റെ മകന് പൈസ വന്നോന്ന് ഇല്ലാന്നാ പറയണ്. എന്റെ പെൻഷന്റെ പൈസ അവരെടുത്താ? എന്റെ പൈസ അവരെടുത്താ? ആരെടുക്കണ്? പെൻഷന്റെ പൈസ എടുത്താ അവര്. ഈ നീച്ച
എന്റെ പൈസ എടുത്താ ഞാനവരെ പക്കിയാൻ കുത്തിക്കുന്നു. ആദ്യം സ്വന്തമായിട്ട് നിക്കാൻ പഠിക്കും, എന്നിട്ടല്ലേ വല്ലോന്റെ പള്ളക്ക് കുത്തല്. അതെ അച്ഛനെ സാമൂഹ്യക്ഷേമ മിഷനിൽ പോയിട്ടേ പെൻഷൻ വന്നൊന്നും നോക്കട്ടെ. കൊല്ലു ഞാൻ എന്റെ പൈസ കൊല്ലു ഞാൻ. അച്ഛൻ പോയി നോക്കിട്ട് വരാം. അതുവരെ ഇത് പുറത്തൊന്നും ഇറങ്ങാണ്ട് അകത്തിരിക്കണം കേട്ടാ. തേങ്ങ അച്ഛൻ പിന്നെ വന്ന് നടക്കാം. എന്റെ പൈസ കൊല്ലു ഞാൻ. നടക്കും. കോയക്കാ വിളിക്കാ? ആ കഴിക്കാം. എന്നാ കഴിക്ക് കഴിക്ക്. എന്താ ബനിയ കഴിക്ക്. ബഞ്ഞ കഴിക്കാൻ? എന്താ ചോറ് കഴിക്കാൻ? ചോറ് കഴിക്കാൻ പോവാ. എന്താ ബഞ്ഞ? ആരപ്പ ചോറ് കഴിക്കാൻ പോടെ ഇവിടെ? ആ പിന്നെ കുളിച്ചിട്ടാണ് ചോറ് കഴിക്കാം. എന്താ കാശ് മോൻ? ആ ഉണ്ണിയെ ശാരദയോ? ആ ഇന്നെന്താ കുടുംബശ്രീണ്ടാ? ആരെയാ പറയുന്നത്? അത് ഉണ്ണിയാണ്. യോ ഉസ്മാൻ കായുടെ മോനല്ലേ? അതെ ഇല്ല പറഞ്ഞേക്ക്. ആ ഡിമെൻഷൻ എന്ന് പറഞ്ഞ സൂക്കേട് കുറച്ച് കൂടുതലാപ്പോ. അതുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ആ സാധനം കൂടി കൊണ്ട് എന്റെ അച്ഛന്റെ പേര് മാറ്റില്ല. എന്തല്ലാന്ന് ചോറ് കഴിക്കാ? ഓൻ ചോറ് കഴിക്കാൻ വന്നല്ല, ചിട്ടിന്റെ പൈസ പഠിക്കാൻ വന്നല്ലേ. ഒരു കാര്യം ഞാൻ ചവിട്ടും കൊണ്ടൊക്കെ തട്ടി കൊടുക്കും ഞാൻ. എന്റെ അച്ഛന്റെ ഒന്ന് അടങ്ങി സൂക്കേടുള്ള മനുഷ്യനല്ലേ. എന്റെ അച്ഛന്റെ പേര് മാറ്റില്ല വേണ്ടില്ല. എന്തൊക്കെ കോയക്കാ കാണിക്കണേ? എന്താ മൊയ്തൂനെ എന്താ ഇത്? പാട്ടല്ലേ, പ്ലാസ്റ്റിക്കിന്റെ പാട്ടല്ലേ? പാട്ടായാലും അതിന് പകരം പിക്കാസോ കൈക്കോട്ടോ ഞാൻ തീർന്നോടാ. ചെയ്യൂല പറയണേ. ഇവർ എത്ര കാലമായി ഞാൻ മുപ്പര കൂടെ, എന്നെ അതുവരെ ഒന്നും കാട്ടിയില്ലല്ലോ. ആ ഇനി സമയമുണ്ട്. ഉണ്ണിയെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് എന്താ പറയണേ? മോദൂനൊന്നും പറഞ്ഞില്ല. ഓന്റെ ഡ്രസ് ഓനെ എവിടെയൊക്കെ പോകണം, കുപ്പായൊക്കെ നനച്ചില്ല നിങ്ങള്. ചോറ് കഴിക്കാ? എറിയാൻ പിടിക്കാനുള്ള അതോടെ വെക്കി. ഓൻ ചോറുന്നാ വന്നല്ല അവിടെ. ഒരു കാര്യം ഞാൻ പറയാം. ആ പൈസ ഇങ്ങോട്ട് എടുക്ക് പോട്ട്. ഉണ്ണിയെ കൈമില് കായില്ല. പിന്നെ എന്തിനു കൂടി നീ? ഞാൻ പറഞ്ഞേ കേക്ക്, പെൻഷൻ കിട്ടിയില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പോയി കണ്ടത് ഓഫീസിൽ പോയിട്ട്. പെൻഷൻ എത്തിയില്ലെങ്കിൽ ഇത് എനിക്ക് തരാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ വരൂല. ആ ഗേറ്റിന്റെ അപ്പുറം അവിടെ ആളെ കൊണ്ടുതരാം. ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ബിരിയാണി കഴിക്കാ? ബിരിയാണി അല്ല, ഭാര്യയാണ് വെക്കുന്നത്. എന്നെ കൂടെ പൊയ്ക്കോ ചെല്ല്. ചിട്ടി കൂടേണ്ട ആവശ്യമില്ല. പൈസ കൃത്യമായിട്ട് കിട്ടണം, അല്ലാണ്ടാവൂല. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ? കാര്യമില്ല. ഇന്ന് ലേറ്റ് ആണല്ലോ പതിവ് പോലെ. എന്ത് പറയാ മാഡം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന വഴിയില് ചെരുപ്പ് പൊട്ടി. എന്റെ ചെരുപ്പ് പൊട്ടി. പിന്നാട് അവിടെ ഒരു ആളിരിപ്പുണ്ട്, അയാളെ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോ അയാള് 2-3 ചെരുപ്പ് വേറെ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 15 to 20 minutes അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നിന്നപ്പോ ലൈല വരാൻ ലേറ്റായി. മോശമാണേ. എന്റെ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ഷെരീഫ് സാർ, നിങ്ങൾ എന്നെ വിചാരിച്ച നിങ്ങൾ ബസ്സിനല്ലേ വരണേ? ബസ്സിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാറില്ലേ? ഞാൻ പറഞ്ഞത് ഒന്നീ ലൈല, അല്ലെങ്കിൽ പ്രജുഷ, അല്ലെങ്കിൽ മഞ്ജുഷ. പെണ്ണുങ്ങളുടെ പേരുള്ളതിലേ വരുള്ളൂ. ആണുങ്ങളുടെ പേരിലുള്ള ബസ് വന്നാള് ഞാൻ അതിൽ കയറാം. അത് ഇല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതെ മാഡം, ഇന്ന് തേങ്ങാ ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടേ? തേങ്ങ ഇല്ലായിരുന്നു ഇന്ന് വീട്ടില്, അതുകൊണ്ട് ഓംലെറ്റ് ആക്കി. അശ്ശോ, ഞാൻ തൈര് കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾ ചമ്മന്തി കൊണ്ടുവരുന്ന വെച്ച് തൈരും ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ എന്റെ വൈഫ് വെണ്ടയ്ക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടാ. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളെ പ്രശ്നവും തേങ്ങയില്ല. ഇവിടെ എന്റെ കായ് കിട്ടിയില്ലേ? കായ് എന്ന് പറഞ്ഞ പൈസ. അതായത് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ടേ ഇങ്ങനെ കിടപ്പിലായ കോയ എന്ന് പറഞ്ഞ രോഗീനെ പരിചരിക്കുന്ന ആളാണ്. അപ്പൊ അതിനൊരു 600 റുപ്യ നമുക്ക് മാസത്തിൽ കിട്ടുമല്ലോ. അത് കിട്ടില്ല. അത് ഇപ്പൊ ഒരു ഗവൺമെന്റിൽ നിന്നുള്ള മിസ്റ്റേക്ക്. അത് എല്ലാ പെൻഷൻകാർക്കും ഒരു 2-3 മാസം പെൻഡിങ് ഉണ്ട്. അത് ഒരുമിച്ച് കിട്ടിക്കോളും, കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ 600 റുപ്യ ഉള്ളു മാസത്തിൽ. 6000 റുപ്യ 60,000 റുപ്യ ചോദിക്കുന്നില്ലല്ലോ. സാറിനെ കണ്ടാ മതി കേട്ടോ. ഡീൽ ചെയ്തേക്കണേ. നിങ്ങൾ ആ ചെയർ എവിടെ ഇത്? അത് ആ മാഡത്തിന്റെ അവിടുത്തെ ചെയറാണ്. എന്നെ ഇവിടെ സംസാരിക്കാനുള്ള ചെയർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ അത് ഇട്ടിട്ട് സംസാരിക്കാം. എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പരിചാരകനാ. എന്താ പരിചാരക? പറയൂ, നിങ്ങളുടെ പ്രോബ്ലം പറയൂ. പരിചാരകന്റെ പേരല്ല,
പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ സുഖമില്ലാത്ത ഒരാളെ നോക്കുന്ന പരിചാരകനാ. കെയർ ടേക്കറാണ് നിങ്ങൾ അല്ലേ? അത് പറയൂ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഈ നോക്കണേല് 600 റുപ്യ തൊഴിൽ കിട്ടല്ലേ മാസത്തിലേ? കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ നോക്കണ മൂപ്പരെ. അതെ അല്ലേ? ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഈ 600 റുപ്യ കിട്ടുന്നില്ല. എന്റെ പേര് പറഞ്ഞേ? പേര് കോയ. അപ്പൊ കോയാൻ. ഞാൻ കോയല്ല. പിന്നെ നിങ്ങളല്ല ഇപ്പൊ പറഞ്ഞ കോയാണ്? അത് കിടക്കുന്ന ആള്. ഞാൻ മൊയ്തു. ശരി, നിങ്ങൾ മൊയ്തു. മൊയ്തു അല്ല, മൊയ്തു ആണ്. അന്ന മൊയ്തു. മൊയ്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഡയറക്ടർ സാർ അപ്പുറത്തുണ്ട്. എവിടെ? അപ്പുറത്ത് പോകുമ്പോ അവിടെ ഒരു ക്യാബിൻ ഉണ്ട്. ഡയറക്ടർ സാർ സത്യശീലൻ സാറാ. നിങ്ങൾ സാറിനെ പോയി കാണും. സാറ് തരുമോ? സാറ് തരും. അതിനുള്ള കാര്യം സാറ് പറയും. നേരെ ഇടിച്ചു ചെന്ന് റൂമിൽ കയറില്ല. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ചോളും കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കുണ്ട്. താഴെ നമ്മൾ അറുമ്പുകൊണ്ട് ഒരാളുടെ ടീ ഷോപ്പ് ഉണ്ട്. അവിടെ പോയി നല്ല സുഖിയനും നല്ല ടീ, ഒരു ടീ കടിച്ചിട്ടോ. കായൊന്നും ഇപ്പൊ വേണ്ട സാറേ, കായ് കിട്ടിയിട്ട് അപ്പോഴത്തേക്കും സാറ് ഫ്രീ ആവും. ഞാൻ നിന്നോളാം. ശരി, എന്നാ നിന്നു. സുമിത്ര മാഡം, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഈ കാശ് കിട്ടാനുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്? നേരെ സാറിന്റെ അടുത്തോട്ട് വിട്ടാ പോരാ? അതിപ്പോ സാറിനായാലും ചെയ്യാലോ. എന്തിനാ അതിന്റെ കാര്യം? നിങ്ങൾ എറണാകുളത്ത് പോലുള്ള ആളിനെ പാലക്കാട് പോയിട്ട് പിന്നെ എറണാകുളത്തേക്ക് വരാൻ പറയണ്ട, ഡയറക്റ്റ് എറണാകുളത്തേക്ക് വിടണം. എന്റെ സാറ് ലേറ്റ് ആയിട്ട് വന്നിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കില്ലേ? ഞാൻ ലേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ? ഉച്ചയ്ക്ക് ചോറിനാ വന്ന വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരില്ല. എനിക്ക് വേണ്ട. മനമടിക്കുമ്പോ ചോദിക്കല്ലേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. എന്താണ്? എന്റെ മോൻ പ്യാരിജാതനെ ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്നു പ്യാരിജാതൻ? അവൻ ഒരു അംഗപരിമിതനാണേ. ഹാൻഡിക്യാപ്ഡ്? അതെ. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളപ്പൊക്കം വന്നപ്പോ അതിലെന്റെ കുട്ടി ഒലിച്ചുപോയി. എന്നിട്ടൊരു പാറയിൽ ചെന്ന് തങ്ങിയിട്ട് നാട്ടുകാരെല്ലാരും കൂട്ടിയിട്ടാ രക്ഷപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ടുള്ള അംഗവൈകല്യമുള്ളവർക്ക് സർക്കാരിന് മാസം ധനസഹായം ഉണ്ടല്ലോ. അതൊരു 3-4 മാസമായിട്ട് കിട്ടുന്നില്ല. അല്ല, അത് തന്നെ. അത് നമ്മുടെ ആയിരിക്കുന്ന മാഡം ഇല്ലേ, മാഡത്തിനോട് പറഞ്ഞ മാഡമാണ് കുറച്ചുകൂടെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമസ്കാരം മാഡം. എന്റെ പേര് സുഗതൻ. ഞാൻ കേട്ടു. എന്റെ മോൻ പ്യാരിജാതനൊരു അംഗപരിമിതനാണ്. ഞാൻ കേട്ടു. അവനിപ്പോ 35 വയസ്സായി. അത് ഞാൻ കേട്ടു. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വയ്യാത്ത കാര്യം പറഞ്ഞല്ലേ? വയ്യാത്ത കാര്യം പറഞ്ഞു. അവന്റെ പ്രായം ഞാൻ പറഞ്ഞു സാർ. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി. അകത്ത് സാറ് ഇരിപ്പുണ്ട്, ഡയറക്ടർ സാർ ഇരിപ്പുണ്ട്. സാറുണ്ട്. സാറിനെ പോയി കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇടിച്ചു കയറി ചെല്ലണ്ട. ഇതിന് മുമ്പ് വന്നവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. അപ്പൊ അവിടെ നിന്നാ മതി. സാറ് വിളിക്കുമ്പോ അകത്ത് കയറി കണ്ടാ മതി. പൈസ തരൂല്ലേ? സാറിനെ കണ്ടാ മതി. അതുവഴി പോയാ മതി കേട്ടോ. ഹലോ, നിങ്ങളെ സാറിന് നല്ല തിരക്കുണ്ട് അവിടെ. അതെ. അപ്പൊ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. താഴെ അറുമുഖൻ എന്ന് പറഞ്ഞ ഒരാളിന് നല്ല ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല ടീം, നല്ല മസാല ബോണ്ടയുണ്ട്. ഒന്ന് കഴിച്ചിട്ട് വാ. അതെ. സാറിന്റെ പേരെന്താ? മന്മഥൻ. മന്മഥൻ സാർ പൈസ തരുന്നു പറഞ്ഞാൽ മതിയില്ലേ? ശരി. അല്ല, അത് ടീ ഷോപ്പ് ഇന്ന് തുറന്നിട്ടില്ല. ഞാൻ ഇപ്പഴാ ഓർത്തെ. ഇന്ന് അവധിയാ. അവിടെ സാറിന് വെയിറ്റ് ചെയ്യും. ഒപ്പോഴും എറണാകുളം പോയേണ്ട ആളിനെ പാലക്കാട് വിട്ടിട്ട് അവിടെ നിന്ന് എന്തിനാ എറണാകുളത്തേക്ക് വിടണേ? നേരെ എറണാകുളത്തേക്ക് വിട്ടാ പോരെ? വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരാനാ? വേണ്ട. കുറച്ച്